അപ്പോൾ ഇലക്ഷനിൽ ആര് ജയിച്ചാലും തോറ്റാലും പടച്ച റബ്ബേ ഈ ഉമ്മത്തിനും രാജ്യത്തുള്ള ജനങ്ങൾക്കും സമാധാനം വേണം എന്ന് ചിന്തിക്കുന്നവരായി ഭരിക്കുന്നവരെ നീ ആക്കിത്തരണം അല്ലാഹ്. പടച്ച റബ്ബിനോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞാൻ പറഞ്ഞ വിഷയം ഞാൻ മറന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഇലക്ഷൻ വന്നപ്പോ ഞാൻ കണ്ടു, പലരും എന്നോട് പറഞ്ഞു, എനിക്ക് നോക്കാൻ സമയം കിട്ടാറില്ല, പലരും പറഞ്ഞു സ്ഥാനാർത്ഥികൾ വരുന്നു. സുബ്ഹാനല്ലാഹ്, സ്ഥാനാർത്ഥികൾ വരുന്നു. നല്ല മുസ്ലിം യുവതികളായ പെൺകുട്ടികള് സ്ഥാനാർത്ഥികളെ സ്വീകരിക്കാൻ പോകുന്നു. എന്നിട്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് സെൽഫി എടുക്കുന്നു. അതുപോലെ ഒന്നിച്ചു നിന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് ചില സ്ഥാനാർത്ഥികൾ വന്ന് കൈയിന്റെ മുയ്പിന് തട്ടുന്നു. വേറെ ചിലർ കൈ കൊടുക്കുന്നു. ഈ പെൺകുട്ടികൾ ഈ യുവാക്കളുടെ കൂടെ സുബ്ഹാനല്ലാഹ് എന്ത് ഹറാമും ചെയ്യാൻ തുനിയുന്നു. എന്തൊരു മുസീബത്താണിത്, എന്തൊരു നാശമാണിത്. അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കേണ്ട മുസ്ലിം, ആ മുസ്ലിം അവന്റെ തോന്നിവാസം ജീവിക്കുന്നവനാകാൻ പറ്റുമോ? സുഹൃത്തുക്കളെ, അള്ളാഹുവല്ലേ എല്ലാം ഭരിക്കുന്നവൻ, എല്ലാ രാജ്യവും ഭരിക്കുന്നവൻ അള്ളാഹുവല്ലേ. അള്ളാഹുവല്ലേ മനസ്സിൽ ഭരിക്കുന്നവരുടെ മനസ്സിൽ നല്ലത് തോന്നിപ്പിക്കുന്നവൻ അള്ളാഹുവല്ലേ, മോശമായത് തോന്നിപ്പിക്കുന്നവനും അള്ളാഹുവല്ലേ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കൊന്നുകളഞ്ഞു. അതുപോലെ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു കൊന്നുകളഞ്ഞു. അങ്ങനെ എത്രയോ സഹാബികളെയും താബിഈങ്ങളെയുമൊക്കെ ദാരുണമായി കൊന്നുകളഞ്ഞ ഒരു മുസ്ലിം ഭരണാധികാരിയായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ആ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന മനുഷ്യൻ, അവന്റെ സമീപത്ത് നിന്ന് ചിലർ ചോദിച്ചു, നിങ്ങൾക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരിച്ചതുപോലെയുള്ള നല്ല നീതിപൂർവകമായ സമാധാനപരമായ ഭരണം നടത്തിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, അതേ, നിങ്ങൾക്ക് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള നിഷ്കളങ്കരായ, സമ്പത്തിന് വില കൽപ്പിക്കാത്ത, പടച്ചവനെ അംഗീകരിക്കുന്ന, പടച്ചവന് സമർപ്പിക്കുന്ന നല്ല മനുഷ്യന്മാരായി നിങ്ങൾക്ക് ജീവിച്ചുകൂടെ? അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ ഞാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പോലത്തെ ഭരണാധികാരിയായി അള്ളാഹു എന്നെ നിയന്ത്രിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ഒരു ഒഴികഴിവ് പറഞ്ഞ് മാറാൻ നോക്കിയത് കൊണ്ട് അദ്ദേഹം കുറ്റത്തൊന്നും ഒഴിവാവൂല. അത് വേറൊരു വിഷയമാണ്. ചിലർക്കുണ്ടല്ലോ പടച്ചവൻ തോബ സ്വീകരിക്കൂന്ന് കേട്ടാല് എന്നാ പിന്നെ തെറ്റൊക്കെ ചെയ്തിട്ട് തോബാങ്ങിയാന്ന് വിചാരിക്കുന്ന ചില വിഡ്ഢികളുണ്ട്. അള്ളാഹ് തോബ സ്വീകരിക്കുന്നവനാണ് എന്ന് അത് കേട്ടാല് എന്നാ പിന്നെ ഇത് പേടിക്കാനാ, അള്ളാഹ് തോബ സ്വീകരിക്കുമല്ലോ. സുബ്ഹാനല്ലാഹ്, അതിനെക്കാളും വലിയ വിഡ്ഢി വേറെ ആരാ? അതേ, ഒരാള് പറഞ്ഞു, അങ്ങവിടെ ഒരു നല്ല കുളമുണ്ട്, അവിടെ പോയാൽ നമുക്ക് നിങ്ങളെ ഷർട്ടൊക്കെ അലക്കാൻ പറ്റും, നല്ല സോപ്പും തരാം എന്ന് പറഞ്ഞാൽ അപ്പം വിചാരിക്കുക, എന്നാ പിന്നെ ഞാൻ കുറെ പെരക്കട്ടെ എന്റെ മുണ്ടും കുപ്പായും ഒക്കെ നന്നായിട്ടൊന്ന് മുഷിക്കട്ടെ, കാരണം അലങ്ങ് പോകുന്നല്ലേ പറയും. ഇങ്ങനെ മുഷിയാൻ നിൽക്കാറുണ്ടോ? ആരെങ്കിലും മുഷിക്കാറുണ്ടോ? ഓ മനുഷ്യ, നിന്റെ ആ വസ്ത്രം അലക്കാൻ മാത്രം നിനക്ക് സമയം കിട്ടുമെന്നതിന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? നിനക്ക് തൗബ ചെയ്യാൻ മാത്രം അവസരം കിട്ടുമെന്നതിന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? രണ്ടാമതായി ചോദിക്കട്ടെ, നിനക്ക് നിന്റെ ദോഷത്തിന് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചാൽ റബ്ബ് വാഗ്ദത്തം ചെയ്തത് എങ്ങനെയാണ്? യഗ്ഫിറു ലിമൻ യശാ, അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് മാപ്പ് കൊടുക്കും. അള്ളാഹു നിന്റെ പാപം പൊറുക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നിനക്കെന്ത് സാധിക്കും? അതുകൊണ്ട് ആരും തന്നെ തൗബയുണ്ട് എന്ന് കേൾക്കുമ്പോ തെറ്റ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന വിഡ്ഢികളാകരുത്. സുഹൃത്തുക്കളെ, നമ്മൾ ബുദ്ധിയുള്ളവരാകണം. ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരാകണം. തെറ്റ് ചെയ്യാൻ പോകരുത്. അതുപോലെ അതാ ഹജ്ജാജ് ഇബ്നു യൂസുഫ് മറുപടി പറഞ്ഞ മറുപടി ഒരു നിലയ്ക്ക് ശരിയാണ്. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാൻ അതൊരിക്കലും പര്യാപ്തമല്ല. അതുപോലെ ഭരണാധികാരികൾ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാൻ ജനങ്ങൾ നന്നില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് ന്യായീകരണമല്ല. ജനങ്ങൾ നന്നായാലും ഇല്ലെങ്കിലും ഭരണാധികാരികൾ നന്നാകേണ്ടതുണ്ട് എന്നതാണ് ശരി. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ അല്ലാഹു തആല ഇന്നല്ലാഹ ലാ യുഗയ്യിറു
നുഗയ്യിറു ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റം വരുത്തൽ എപ്പോഴാ? നമ്മൾ മാറ്റം വരുത്തുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം വരുത്തി. മുസ്ലിം പെൺകുട്ടികൾക്ക് എങ്ങനെയും സ്വതന്ത്രമായി തലമറക്കാതെ മാറുമറക്കാതെ ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യവും അതാ പല വീട്ടുകാരും കുടുംബങ്ങളും നൽകാൻ തുടങ്ങി. അതിന്റെ പുറമെ ആ പെൺകുട്ടികൾ അള്ളാഹുവിനെ ഭയപ്പെടാതെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അതിന് യാതൊരു വിഷമവും തോന്നുന്നില്ല. സ്ഥാനാർത്ഥിയാണോ എന്നാൽ പിന്നെ മുലകുടി ബന്ധം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാണോ സ്വന്തം ആങ്ങളയെ പോലെ. ഇതേപോലെ തന്നെ കുറെ വ്യാജ ശൈഖന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്, ശൈഖാണെങ്കിൽ ഉപ്പാപ്പയാണ് എന്നും പറഞ്ഞ് തൊടുന്നവര്, കൈ കൊടുക്കുന്നവര്, ഇങ്ങനത്തെ പച്ച ഹറാമുകള് ലോകത്ത് ചെയ്യുമ്പോൾ പടച്ചവന്റെ സഹായം എങ്ങനെ ലഭിക്കും സഹോദരന്മാരെ?